അതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇന്ന് ഭരണപക്ഷം പാടിയത് അത് കോൺഗ്രസ്സുകാരാണ് എന്നാണ് സഭയിൽ ഉറക്കെ പാടിയത്. അതെ, ഞാൻ പറയട്ടെ, അത് അവർക്ക് നാണവും ഉളുപ്പില്ലാത്തതുകൊണ്ട് ഉളുപ്പില്ലാത്തവർക്ക് എന്തോ പറയാലോ. അല്പം ഉളുപ്പുള്ള ആളുകൾക്ക് പാടാൻ പറ്റിയ പാട്ടല്ല. 2019 തൊട്ടിട്ടാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ വലിയ വരുന്ന സ്വർണ്ണക്കൊള്ള അവിടെ നടക്കുന്നത്. അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ? ഇപ്പൊ SIT അന്വേഷിക്കല്ലേ? അതിന് മുമ്പുമായി ബന്ധപ്പെട്ട് ആ രൂപത്തിൽ എന്തോ കാര്യം ചെയ്യുന്നുണ്ടോ? ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയായി എല്ലാ തരത്തിലും ബന്ധപ്പെട്ട ആളുകൾ CPM നേതാക്കന്മാരും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മന്ത്രിമാരുമാണെന്ന് പകൽ പോലെ ബോധ്യപ്പെട്ടിട്ടും അതിനകത്തു നിന്ന് ഇത്രയേറെ പ്രതിരോധത്തിലായി ഈ നാടാകെ ഇവർ കള്ളന്മാരാണെന്ന് ബോധ്യപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ സോണിയാഗാന്ധിൻ്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ് ശിവൻകുട്ടിയെ പോലെ വകതിരിവില്ലാത്ത മന്ത്രിപുങ്കവന്മാരാണ് അതിനകത്ത് ഇരിക്കുന്നത്. നമുക്കെല്ലാം അറിയാലോ. ഈ മന്ത്രിമാർക്ക് വെല്ലും ബ്രേക്കും ഇല്ലാത്ത വിവരക്കേടിൻ്റെ അങ്ങേയറ്റ പര്യായങ്ങളായ മന്ത്രിമാരാണ് ഈ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ സമൂഹത്തിന് മുമ്പിലില്ലേ, ഈ നാടിൻ്റെ മുമ്പിലില്ലേ? അങ്ങനെ ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ആരാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ കള്ളന്മാരെന്ന് ജനത്തിന് ബോധ്യപ്പെട്ട പിടിക്കപ്പെട്ടപ്പോൾ കിണ്ണം കട്ടവനാണ് കള്ളൻ എന്ന് പറയുന്നത് പോലെ ആ കിണ്ണം കട്ടവനൊക്കെ അവിടെ നിൽക്കുകയാണ്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഏർപ്പാടുകളും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയത് കൊണ്ടെന്നും ഇതിനകത്തുനിന്ന് CPM-ന് ആ കളവിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായ ബോധ്യമാണ്. അതുകൊണ്ട് നിയമസഭക്കകത്ത് ഇനിയും അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒപ്പം ED കൂടി കളത്തിലിറങ്ങിയ ഒരു പശ്ചാത്തലമുണ്ട്. നോക്കൂ, ഇവിടെ നിങ്ങൾ കടകംപള്ളിക്കെതിരെയും മന്ത്രി VN വാസവനെതിരെയും ഒക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ അവർ ഉന്നയിക്കുന്നത് അടൂർ പ്രകാശിനെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും ഒക്കെയാണ്. എങ്ങനെ പോറ്റിയും മറ്റുള്ളവരും ഈ സ്വർണം കട്ടവരുമൊക്കെ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി, സോണിയാഗാന്ധിയെ കണ്ടു, കൂടിക്കാഴ്ച നടത്തി, ആരാണ് അതിന് അവസരം ഒരുക്കി കൊടുത്തത് എന്നതിലൊക്കെയുള്ള ഒരു വിശദീകരണം, ഒരു കൃത്യമായ ഉത്തരം നൽകാൻ ഇപ്പോഴും കോൺഗ്രസിനാകുന്നില്ലല്ലോ. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയും. പോറ്റി എപ്പോഴാണ് അവിടെ വന്നത്? പോറ്റി വന്നത് പിന്നെ G. സുധാകരൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ്. 2007 തോന്നുന്നു. പിന്നെ ആ പോറ്റി അവിടെ വന്നത് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ആ പോറ്റി ഈ 2019 ഈ കാര്യം നടക്കുന്നത്. സ്വാഭാവികമായും ഈ 19 നടക്കുമ്പോൾ അതിനു മുമ്പ് പോറ്റിക്കെതിരായി ഇത്തരം ഒരു ആരോപണം, ഈ പോറ്റി സ്വർണം കട്ടു എന്ന് ആർക്കെങ്കിലും ബോധ്യപ്പെട്ട ഈ പോറ്റി പിണറായി വിജയന്റെ കൂടെ ഫോട്ടോയിലില്ലേ? പിണറായി വിജയന്റെ കൂടെയില്ലേ? കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെയില്ലേ? അങ്ങനെയാണ് പിണറായി വിജയനും ഈ കേസിനകത്ത് പ്രതിയാക്കപ്പെടണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആ ഘട്ടത്തിലൊന്നും ഈ ഉണ്ണികൃഷ്ണ പോറ്റിക്കെതിരായി അത്തരത്തിലൊരു ആരോപണം ഇല്ല. പോറ്റി അവിടെ 2007 മുതൽ തന്ത്രിയുടെ പിന്നെ സൗഹൃദത്തിന്റെ ഭാഗമായി കീഴ്ശാന്തി മേൽശാന്തിമാരുടെ ഈ ഇതായി അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയല്ലേ? ആ വസ്തുതാപരമായ കാര്യം അവിടെ നിൽക്കുമ്പോൾ ഈ 2019 തൊട്ടാണ് ഈ വലിയ സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. ആ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ആ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിത്തമുള്ള പോറ്റി ആ സമയത്താണോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയത്? അതേ വാദമാണ് കടകംപള്ളിയും പറയുന്നത്. 2017 താൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളത്. അത് ഒരു ഭക്തൻ എന്ന നിലയിൽ ശബരിമലയിൽ അവിടെയുള്ള ഒരു കടകംപള്ളിക്ക് അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റുമോ? കടകംപള്ളിക്ക് അങ്ങനെ പറഞ്ഞു. കടകംപള്ളി ഭരിക്കുമ്പോഴാണല്ലോ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ആര് വെച്ചതാണ്? CPM നേതാക്കന്മാരല്ലേ? ഈ CPM നേതാക്കന്മാർ ഇത്രയും വലിയ തട്ടിപ്പിന് കൊള്ളക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അന്നിരിക്കുന്ന മന്ത്രിക്ക് ഇത് അറിഞ്ഞില്ല എന്ന് പറയും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റക്ക് സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുപോയതാണെങ്കിൽ ഞങ്ങളൊന്നും പറയുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതിൻ്റെ പിറകിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം അടിച്ചു മാറ്റാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നവർ അന്നത്തെ ദേവസ്വം ബോർഡ് വകുപ്പിൻ്റെ പ്രസിഡന്റുമാരായി നിൽക്കുന്ന ആളുകളാണ്. ആ നിൽക്കുന്ന ആളുകൾ അതിൻ്റെ കടകംപള്ളിയുമായി വകുപ്പിൻ്റെ ഏറ്റവും CPM നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരായ ആളുകൾ ഇത് ചെയ്യുമ്പോൾ കടകംപള്ളി അറിഞ്ഞിട്ടില്ലേ ഈ ആൾ ഇതൊന്നും അറിയാത്ത ആളാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കടകംപള്ളി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റക്കാണ് ഇത് അടിച്ചു മാറ്റിയൊക്കെ പറയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ? ഞങ്ങൾ ആരും ഉണ്ടോ? CPM നേതാക്കന്മാരെ പ്രതി പട്ടികയിലുണ്ടോ? അവർ ഇതിനകത്ത് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും അവർ അറിഞ്ഞിട്ടാണോ എന്നൊന്നും പറയുന്ന വാദം ശരിയല്ലല്ലോ. അവരുടെ ആളുകൾ ജയിലിൽ കിടക്കല്ലേ? ആ ജയിലിൽ കിടക്കുമ്പോൾ കടകംപള്ളി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും? അതുപോലെയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയതിൻ്റെ പേരിൽ പിണറായി വിജയനെ ഒന്നിച്ച് ഫോട്ടോ എടുത്തത് അന്ന് അവരൊക്കെ അറിഞ്ഞിട്ടാണ് അവരൊക്കെ കൂട്ടിപ്പോയത്? അല്ലല്ലോ. അപ്പൊ കടകംപള്ളിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ട്. എന്തിനേറെ പറയുന്നു, 2019 തന്നെ 475 ഗ്രാം സ്വർണ്ണ തിരിമറി നടത്തിയ ആളെ പിന്നെ എന്തിനാ 2024 വീണ്ടും വിളിച്ചു വരുത്തിയത്? ദ്വാരപാലക ശില്പം ഇത് സ്വർണം പൂശുന്നതിന് വേണ്ടി എന്തിനാ വിളിച്ചു വരുത്തിയത്? ഇത് കള്ളന ഒരു സ്ഥലത്ത് കള്ളനെ വീണ്ടും കള്ളന്മാരെ ആരും വിളിച്ചു കയറ്റുമോ?
കട്ട കള്ളനാണ്. കള്ളന്മാരെ പിന്നെ സ്വർണം ഈ കുറുക്കനെ കോഴിക്കോടിന് കാവലേൽപ്പിക്കും പോലെ ഈ കള്ളനെ ഈ പിന്നെ ഏൽപ്പിക്കുന്നത് ആരാ? ഞങ്ങളാ? UDF? CPM ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലേ? പ്രശാന്തനല്ലേ?